الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوم ترى المؤمنين والمؤمنات يسعى نورهم بين أيديهم وبأيمانهم بشراكم اليوم جنات تجري من تحتها الأنهار خالدين فيها ذلك هو الفوز العظيم. يوم يقول المنافقون والمنافقات للذين آمنوا انظرونا نقتبس من نوركم قيل ارجعوا وراءكم فالتمسوا نورا فضرب بينهم بسور له باب باطنه فيه الرحمة وظاهره من قبله العذاب. ബഹുമാന്യ ഇസ്ലാഹി ക്ലാസ് റൂമിലെ ശ്രോതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, സർവകാര്യങ്ങളെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും വിചാരണ ചെയ്യപ്പെടുന്ന ദിവസത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് മുത്തഖിയും മുവഹിദും മുഹ്സിനുമായി റബ്ബിനെ കണ്ടുമുട്ടാൻ ശ്രമിക്കണേ എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തണം. ആദ്യമായി എല്ലാ ശ്രോതാക്കളോടും ഒരു ക്ഷമാപണത്തോടെയാണ് ഇന്ന് ക്ലാസ് തുടങ്ങുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മുടെ ക്ലാസിന്റെ സമയത്ത് ഞാൻ പല നിലക്കും ബൈലക്സിലൂടെ നമ്മുടെ ക്ലാസ് റൂമുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ബൈലക്സ് അപ്ഡേറ്റ് അല്ല എന്ന് പറഞ്ഞ് പല നിലക്കും ഞാൻ പിന്നീട് രണ്ടാമത് ഡൗൺലോഡ് ചെയ്തിട്ടും കിട്ടാതെ ഇന്നലെ രാത്രിയാണ് കിട്ടിയത്. ഇതിന്റെ അഡ്മിനെ ആ വിഷയം അറിയിക്കാനുള്ള നമ്പറുകളും മറ്റും എൻ്റെ കയ്യിൽ ഇല്ലാതെയും പോയി. ഇതൊരു കരാർ ലംഘനമായി കാണരുത്, എല്ലാവരും ക്ഷമിക്കണേ എന്ന് ആദ്യമായി ഒരു ക്ഷമാപണം നടത്തുകയാണ്, ക്ഷമ ചോദിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ 1-2 ആഴ്ചകളിലായിട്ട് അന്ത്യനാളുമായി ബന്ധപ്പെട്ട, ഹൗദുൽ കൗസറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നു 1-2 കാര്യങ്ങൾ കൂടി അതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ സൂചിപ്പിക്കണം എന്ന നിലക്ക് ചില കാര്യങ്ങൾ കൂടി അതുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് ഹജ്ജുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലേക്ക് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് പോകാം. ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന, ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സിറാത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. പണ്ട് കാലം മുതലേ മുസ്ലിങ്ങൾക്കിടയിൽ എല്ലാവരും അംഗീകരിക്കുന്നതായ ഒരു വസ്തുതയാണ് യഥാർത്ഥത്തിൽ ഈ സിറാത്ത് എന്നതുമായി ബന്ധപ്പെട്ട്. ചില ആളുകൾ, ദീനിൽ നിന്ന് പുറത്തുപോയ ആളുകൾ അതൊക്കെ നിഷേധിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനെ മനസ്സിലാക്കേണ്ട വിധത്തിൽ നമ്മുടെ സമുദായം മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് സത്യം. പണ്ട് കാലത്ത് ഷിയാക്കളൊക്കെ ഉണ്ടാക്കിയ പാട്ടുകളും അതുപോലെ തന്നെ ബെയ്ത്തുകളുമൊക്കെ ആയിരുന്നു ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ള ഏക മാനദണ്ഡം. മുടിനാരേഴായി ചീന്തിയിട്ട് നേരിയ പാലം കെട്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് പാട്ടുകൾ പാടിയിരുന്നു. ഫാത്തിമ ബീവിന്റെ മുടി 7 ചീന്തി അത് നരകത്തിന്റെ മീതെ ഇട്ടിട്ട് അതാണ് സിറാത്ത് എന്നൊക്കെ ഈ തെറ്റിദ്ധാരണ സമൂഹത്തിൽ പരത്തുന്ന ചില മുർത്തദ്ദുകളായ ദീനിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള ചില ആളുകൾ, ഷിയാക്കളാണ് അതിലേറ്റവും സ്വാധീനം ചെലുത്തിയിട്ടുള്ളത്. അതൊക്കെയാണ് സമുദായത്തിൽ ഇങ്ങനത്തെ കുറെ വാറോലകളും കുറെ കാലതീലകളും ഒക്കെയാണ് ഈ രംഗത്തുള്ളത് എന്നതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നമ്മളോട് ബോധ്യപ്പെടുത്തുന്നത് എന്ന് തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്
ഞാൻ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അവന്റെ ദീനിനെ ഹക്കായ നിലയിൽ, അതിന്റെ യഥാർത്ഥമായ നിലയിൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ചർച്ച ചെയ്യുവാനുമുള്ള തൗഫീഖും റബ്ബ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഞാൻ ഓതി വെച്ച ആയത്ത് പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രകാശം മുഅ്മിനീങ്ങൾക്ക് നൽകുന്ന പ്രകാശവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ഈ സിറാത്തുമായി ഈ പ്രകാശത്തിന് എന്ത് ബന്ധം എന്നതാണ് ചില ആളുകൾ ചിന്തിക്കുന്നുണ്ടാവുക. സിറാത്തിലായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ നൽകുന്ന പ്രകാശമാണിത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സിറാത്ത് ഏത് വിധേനയാണ്, എങ്ങനെയാണ് എന്ന കാര്യം അള്ളാഹുവും റസൂലും പറഞ്ഞതിനപ്പുറത്തേക്ക് നമ്മുടെ സാങ്കല്പികമായ മേഖലയിലേക്ക് നമ്മൾ പോകൽ സൂക്ഷ്മതയല്ല. ഗൈബിയായ കാര്യങ്ങളെ സംബന്ധിച്ച് അള്ളാഹുവും റസൂലും പറഞ്ഞതിനപ്പുറത്തേക്ക് പോകാതിരിക്കലാണ് ഒരു വിശ്വാസിയുടെ ധർമ്മം എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സൂറത്തു ഹദീദിലെ ഏതാനും വചനങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഓതിവെച്ചത്. ഞാൻ ഈ സൂറത്തിന്റെ പേര് പറയുന്നത് നമ്മുടെ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത് സുദീർഘമായി ഓരോ മുഫസ്സിറുകളും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പറയുന്നിടത്ത് ചില പ്രയാസങ്ങളുണ്ട്, സമയത്തിന്റെ കുറവ് കാരണം. അപ്പൊ അതുകൊണ്ട് തഫ്സീറുകൾ നോക്കുന്ന ആളുകൾക്കും കൂടി ഉപകാരപ്പെടാൻ വേണ്ടിയാണ് സൂറത്തു ഹദീദിലെ 12 മുതലുള്ള ഏതാനും 12 മുതൽ 15 വരെയുള്ള വചനങ്ങൾ ഇതുമായി സൂചിപ്പിച്ചുകൊണ്ടുള്ളതാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആയത്തിന്റെ അർത്ഥം നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം. യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാതി യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം. മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും നീ കാണുന്ന ദിവസം അവരുടെ പ്രകാശം അവരുടെ മുമ്പിലൂടെയും അവരുടെ വലതുഭാഗത്തിലൂടെയും സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ബുശറാകുമുൽ യൗം ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫിഹാ. താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നതായ ആ സ്വർഗമാണ് ഇന്നത്തെ ദിവസം. ആ ദിവസം അവർക്ക് സന്തോഷമായിട്ടുള്ളത്, അവർ അതിൽ ശാശ്വതരുമാകുന്നു. ദാലിക ഹുവൽ ഫൗസുൽ അലീം. അത് മഹത്തായ വിജയം തന്നെയാണ്. ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ നിദാനം അവന്റെ യഥാർത്ഥ ലോകമായ പരലോകത്തുള്ള വിജയമാണ്. ആ പരലോകത്ത് ഒരാളുടെയും ആശ്രയം ലഭിക്കാത്ത, ഒരാളുടെയും തണൽ ലഭിക്കാത്ത, അവനവൻ തന്റെ അഖീദയും അഅ്മാലുകളുമായി മാത്രം ബന്ധപ്പെട്ടുകൊണ്ട് നഫ്സി 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 എന്ന് പറയുന്ന ഒരു ഗൗരവമായ സാഹചര്യം. ആ സാഹചര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്ക് പ്രകാശം നൽകിയോ ആ പ്രകാശം നൽകുന്ന ആളുകൾ ഏറ്റവും മഹത്തായ വിജയം വരിച്ചിരിക്കുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹാ വിതുമ്പി കരയുന്നത് കാണുകയാണ്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ യുബ്കീക യാ ആയിഷ, ആയിഷ നിന്നെ എന്താണ് കരയിപ്പിക്കുന്നത്, നീ എന്താണ് വിഷമിച്ചു കൊണ്ടിരിക്കുന്നത് കാലത്ത്? അപ്പോൾ അവർ പറഞ്ഞു, ദക്കർത്തുന്നാറ ഫബകൈതു, നബിയെ ഞാൻ നരകത്തെക്കുറിച്ച് ഓർത്തു, അപ്പോൾ ഞാൻ കരഞ്ഞുപോയി. എന്നിട്ട് അവർ ചോദിക്കുകയാണ് നബിയോട്, ഫഹൽ തദ്കുറൂന അഹ്ലീകും യൗമൽ ഖിയാമ, അല്ലാഹുവിന്റെ റസൂലേ, അന്ത്യനാളിന്റെ ദിവസം അങ്ങയുടെ കുടുംബത്തെക്കുറിച്ച് അങ്ങ് ഓർക്കുമോ, അങ്ങ് ഞങ്ങളെക്കുറിച്ച് ഓർക്കുമോ റസൂലേ എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിയോട് ചോദിച്ചപ്പോ മുത്തു റസൂലുള്ള പറഞ്ഞ മറുപടി ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അമ്മാ ഫീ സലാസത്തി മവാതിന ഫലാ യദ്കുറു അഹദുൻ അഹദാ, 3 സ്ഥലത്ത് ആരും ആരെയും ഓർക്കുകയില്ല, 3 സ്ഥാനത്ത് ഒരാളും മറ്റൊരാളെപ്പറ്റി ചിന്തിക്കുകയില്ല. ഇൻദൽ മീസാനി ഹത്താ യഗ്ലമ അയഖിഫു മീസാനുഹു ഔ യസ്ഖുലു, അത് ഒന്ന് മീസാനിന്റെ അടുക്കലാണ്. ആ മീസാനിന്റെ അടുക്കൽ വെച്ച് തന്റെ മീസാൻ
ലഘുവാക്കപ്പെട്ടതാണോ അതല്ല ഭാരം തൂങ്ങിയതാണോ എന്നറിയുന്നത് വരെ ആരും ഒരാളെപ്പറ്റിയും ചിന്തിക്കുകയില്ല. വഇൻദൽ കിതാബി ഹീന യുഖാലു ഹാഉം ഇഖ്റഊ കിതാബിയ, നിങ്ങളുടെ കിതാബിനെ നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ എന്ന് പറയുന്ന ഹിസാബിൻ ആ കിതാബ് നൽകുന്ന സന്ദർഭത്തിലാണ് രണ്ടാമത്തെ ഘട്ടം. ആ ഘട്ടം ഏതുവരെ എന്നോ ഹത്താ യഅലമ അയ്ന യഖഉ കിതാബുഹു അഫീ യമീനിഹി അം ഫീ ശിമാലിഹി അം മിൻ വറാഇഹി അം മിൻ വറാഇ ളുഹ്രിഹി, അവന്റെ കിതാബ് മുൻഭാഗത്തിലൂടെയാണോ അതല്ല പിന്നിലൂടെയാണോ വലതു കൈയിലാണോ ഇടതു കൈയിലാണോ എന്ന് വ്യക്തമാകുന്നത് വരെ ഒരാളും തന്റെ കുടുംബത്തെക്കുറിച്ചോ മറ്റൊരാളെ കുറിച്ചോ ചിന്തിക്കുകയില്ല. വഇൻദ സിറാത്തി, സിറാത്തിന്റെ മീതെ നിന്നും ഒരാളും ഒരാളെ പറ്റിയും ചിന്തിക്കില്ല. ഇദാ വുളിഅ ബൈനൽ ലഹ്റായി ജഹന്നം, നരകത്തിന്റെ മീതെ ഇടപെടുന്ന സ്ഥാപിക്കപ്പെടുന്ന സിറാത്തിന്റെ മീതെ വെച്ചും ഒരാളും ഒരാളെ പറ്റിയും ചിന്തിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ ആശ്വസിപ്പിക്കുകയാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്. ആ സ്ഥാനത്ത് വെച്ചുകൊണ്ട് അങ്ങനത്തെ പ്രകാശം ആവശ്യമുള്ള ഘട്ടത്തിൽ ആ പ്രകാശം തന്റെ മുൻഭാഗത്തിലൂടെയും തന്റെ വലതുഭാഗത്തിലൂടെയും പാഞ്ഞുകൊണ്ടിരിക്കുന്ന യഥാർത്ഥമായ വിശ്വാസികൾ യഥാർത്ഥ വിജയം വരിച്ചവരാകുന്നു. എന്നാൽ ആ ടീമല്ലാത്തവരുടെ അവസ്ഥ എന്തെന്നോ, യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാതു ലില്ലദീന ആമനൂ ഉൻദുറൂനാ നഖ്തബിസ് മിൻ നൂരിക്കും. മുനാഫിഖുകളും മുനാഫിഖാത്തുകളും പറയുന്ന ദിവസം ആരോട്? വിശ്വാസികളോട് പറയും, ഉൻദുറൂനാ നഖ്തബിസ് മിൻ നൂരിക്കും, ഞങ്ങളെയും ഒന്ന് നിങ്ങൾ നോക്കണേ, ഞങ്ങളെയും ഒന്ന് പരിഗണിക്കണേ. നഖ്തബിസ് മിൻ നൂരിക്കും, നിങ്ങൾക്ക് ഇഷ്ടം പോലെ പ്രകാശമുണ്ടല്ലോ, ആവശ്യത്തിലധികം വെളിച്ചമുണ്ടല്ലോ, അതിൽ നിന്ന് ഞങ്ങളും ഒന്ന് പകർത്തൊടുക്കട്ടെ എന്ന് ചോദിക്കുന്ന ദിവസം ഖീലർജിഊ വറാഅക്കും, അവരോട് പറയപ്പെടും, നിങ്ങൾ പിന്നിലേക്കു തന്നെ തിരിച്ചു പോയിക്കോ. ഫൽതമിസൂ നൂറാ, എന്നിട്ട് പ്രകാശത്തെ അവിടെ അന്വേഷിച്ചോ. അങ്ങനെ പറയുന്ന ഘട്ടത്തിൽ ഖുർആൻ പറയുന്നു, ഫളുരിബ ബൈനഹും ബിസൂരിൻ, ഫളുരിബ ബൈനഹും ബിസൂരിൻ, മുഅ്മിനീങ്ങളുടെയും മുനാഫിക്കുകളുടെയും ഇടയിൽ അല്ലാഹു ഒരു മതിലുണ്ടാക്കുന്നു, ഒരു മറയിടുന്നു. ലഹു ബാബുൻ, ആ മതിലിന് ഒരു വാതിലുണ്ട്. ബാതിനുഹു ഫീഹി റഹ്മ, ആ വാതിലിന്റെ ഉൾഭാഗത്താകുന്നു കാരുണ്യമുള്ളത്. വലാഹിറുഹു മിൻ ഖിബലിഹിൽ അദാബ്, എന്നാൽ ആ വാതിലിന്റെ പുറം ഭാഗത്തിലൂടെയാണ് അള്ളാഹുവിന്റെ ശിക്ഷ വരുന്നത്. അള്ളാഹുവിന്റെ ശിക്ഷ വരുന്ന സ്ഥാനങ്ങളിൽ മുനാഫിക്കുകളെ മാറ്റി നിർത്തി മുഅ്മിനീങ്ങളെ റഹ്മത്തിന്റെ കവാടം കൊണ്ട് വേർതിരിക്കുന്നു. ഈ സമയത്ത് ഈ മുനാഫിക്കുകൾ ചോദിക്കും, യുനാദൂനഹും, അവർ അവരോട് വിളിച്ചു പറയുകയാണ്, അലം നകും മഅകും, ഞങ്ങളും നിങ്ങളുടെ കൂടെയായിരുന്നില്ലയോ, ഞങ്ങളും നിങ്ങളുടെ കൂടെയായിരുന്നില്ലയോ എന്ന് അവർ ചോദിക്കും. അഥവാ ഇതിനെ സംബന്ധിച്ച് മുഫസ്സിറുകൾ പറയുന്നത്, കുന്നാ മഅകും ഫിദ്ദാരി ദുനിയാ, തീർച്ചയായും ദുനിയവേ ജീവിതത്തിൽ നമ്മൾ ഒരുമിച്ച് തന്നെയായിരുന്നല്ലോ, നിങ്ങളുടെ കൂടെ തന്നെയാണ് ഞങ്ങളും ഉണ്ടായിരുന്നത്. നഷ്ഹദു മഅകുമുൽ ജുമുആത്ത്, ജുമുഅ നമസ്കാരത്തിന് നിങ്ങളുടെ കൂടെ ഞങ്ങളും പങ്കെടുത്തിരുന്നു. വനുസല്ലി മഅകുമുൽ ജമാഅത്ത്, നിങ്ങളുടെ കൂടെ ജമാഅത്ത് നമസ്കാരത്തിനും ഞങ്ങൾ പങ്കെടുത്തിരുന്നു. വനഖിഫു മഅകും ബി അറഫാത്തിൻ, അറഫയിൽ നിൽക്കുന്നതും നിങ്ങളുടെ കൂടെ തന്നെയായിരുന്നു. വനഹ്ളുറു മഅകുമുൽ ഗസവാത്ത്, നിങ്ങളുടെ കൂടെ രണാഗണങ്ങളിൽ ഞങ്ങൾ പങ്കെടുക്കുകയും ചെയ്തു. വനുഅദ്ദി മഅകും സായിറൽ വാജിബാത്ത്, ബാക്കിയുള്ള വാജിബായ കാര്യങ്ങളെ സംബന്ധിച്ചും അനിവാര്യമായ കാര്യങ്ങളെ സംബന്ധിച്ചും ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയായിരുന്നു എന്ന് അവർ അവിടെ വെച്ച് വിലപിക്കും, അവർ അവിടെ വെച്ച് കരയുമെന്ന് തഫ്സീർ ഖുർത്തുബി ഉദ്ധരിക്കുന്നു. ഒരു മിനിറ്റ്. അവിടെ വെച്ച് എങ്ങനെ
മുഅ്മിനീങ്ങളോട് കരയുമെന്ന് പറയുന്നു. ഖാലൂ ബലാ, അപ്പോൾ അവർ പറയും ഇല്ലാതെ ശരിയാണ്. ഫഅജാബൽ മുഅ്മിനൂനൽ മുനാഫിഖീന ഖായിലീന ബലാ ഖദ് കുൻതും മഅനാ, ശരിയാണ്, നിങ്ങളെല്ലാം ഞങ്ങളുടെ കൂടെ തന്നെയാണ്, അങ്ങനെയുണ്ടായിരുന്നു. പക്ഷേ വലാകിന്നകും ഫതൻതും അൻഫുസകും വതറബ്ബസ്തും, അതാണ് പിന്നീട് പറയുന്ന വചനങ്ങൾ ഖുർആൻ പറയുന്നത്. യുനാദൂനഹും അലം നകും മഅകും ഖാലൂ ബലാ വലാകിന്നകും ഫതൻതും അൻഫുസകും, ശരിയാണ്, അതൊക്കെ ശരിയാണ്, പക്ഷേ എന്താണ് സംഭവിച്ചിരുന്നോ? ഫതൻതും അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ കുഴപ്പത്തിലാക്കുകയായിരുന്നു. വതറബ്ബസ്തും വർത്തബത്തും, നിങ്ങളിങ്ങനെ മുഅ്മിനീങ്ങൾക്ക് അപകടങ്ങൾ സംഭവിക്കുന്നതും സത്യവിശ്വാസികൾക്കും ഇസ്ലാഹി ദീനിനും അള്ളാഹുവിന്റെ യഥാർത്ഥ ദീനിനും വല്ല പ്രതിസന്ധികളും ഉണ്ടാകുന്നത് പാർത്തുകൊണ്ടിരിക്കുന്നവരായിരുന്നു. വർത്തബത്തും, നിങ്ങൾ സംശയത്തിലുമായിരുന്നു. വവർറതുകുമുൽ അമാനിയു, വ്യാമോഹങ്ങൾ നിങ്ങളെ വഞ്ചിക്കുകയും ചെയ്തു. ഹത്താ ജാഅ അംറുല്ലാഹ്, അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത് വരെയും ആ വ്യാമോഹങ്ങളിൽ നിങ്ങൾ വഞ്ചിതരായി കഴിഞ്ഞു. വറക്കും ബില്ലാഹിൽ ഗുറൂർ, അള്ളാഹുവിനെ സംബന്ധിച്ച്, അവന്റെ ദീനിനെ സംബന്ധിച്ച്, അവന്റെ ആദർശത്തെ അവന്റെ ഇസ്ലാമിനെ കുറിച്ച് നിങ്ങളെ ആ കൊടും വഞ്ചകനും നിങ്ങളെ വഞ്ചിച്ചു കളഞ്ഞു. അതുകൊണ്ട് ഫൽയൗമ ലാ യുഖദു മിൻകും ഫിദിയത്തും വലാ മിനല്ലദീന കഫറൂ, നിങ്ങളിൽ നിന്നോ കാഫിറുകളിൽ നിന്നോ ഒരു പ്രായശ്ചിത്തവും ഇന്ന് സ്വീകരിക്കപ്പെടുകയില്ല. വമഅവാകുമുന്നാറു ഹിയ മൗലാക്കും, നിങ്ങളുടെ സങ്കേതം നരകമാണ്. ഹിയ മൗലാക്കും, ആ നരകമാണ് നിങ്ങൾക്ക് വന്നെത്തുക. നിങ്ങളുടെ ബന്ധു അതാണ്, നിങ്ങൾക്ക് ഉചിതമായ സ്ഥാനം അതാണ്. വബിഅസൽ മസീർ, എത്ര ചീത്തയായ മടക്ക കേന്ദ്രമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ഓർത്തു നോക്കൂ, ഖുർആൻ വളരെ വ്യക്തമായി ഈ കാര്യം സൂചിപ്പിക്കുന്നു. ആ മുഅ്മിനീങ്ങളെ കൂടെ നമസ്കാരത്തിന് അവരുണ്ട്, മുഅ്മിനീങ്ങളെ കൂടെ ജുമുഅക്ക് അവരുണ്ട്, അറഫാത്തുകൾ നിൽക്കുന്നിടത്തും വാജിബാത്തുകൾ നിർവഹിക്കുന്നിടത്തും മുഅ്മിനീങ്ങളെ കൂട്ടത്തിലുണ്ട്. പക്ഷേ ഒരു യഥാർത്ഥ ദീനിന്റെ, ഒരു മുസ്ലിം സഹോദരന്റെ ഒരു ആദർശ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കാൻ, പാരവെക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന അമിതമായ തീവ്രമായ സങ്കുചിത്വ നിലപാടുകൾ കൊണ്ട് സാമൂഹികമായ ബാധ്യതകൾ വിസ്മരിക്കുകയും ദീനിനെ പാരവെക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എത്രയെത്ര സംഭവങ്ങളാണ് ആനുകാലിക രംഗത്ത് നമ്മൾ കാണുന്നത്. അള്ളാഹുവിന്റെ ദീന്, അവന്റെ ദീനിന് വേണ്ടി പ്രബോധനം ചെയ്യുവാനുള്ള സാഹചര്യം മുടക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. വളരെ പച്ചയായ കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നവരും അവരുടെ വ്യാമോഹങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി കടുത്ത അപരാധങ്ങൾ പറഞ്ഞു പരത്തുകയും അങ്ങനെ ഇസ്ലാമിനും ആദർശ പ്രബോധനത്തിനും പാരവെക്കുകയും ചെയ്യുന്ന ആളുകൾ, പള്ളികൾ പൂട്ടിക്കുന്ന ആളുകൾ, അങ്ങനെ എത്രയെത്ര ആളുകളുണ്ട്. ഇതൊക്കെ യഥാർത്ഥത്തിൽ അവന്റെ മനസ്സിൽ ഈമാൻ പ്രവേശിക്കാത്തത് കൊണ്ടാണ്. ഇത്തരം ആളുകളുടെ അവസ്ഥയാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, വയുഗ്താ കുല്ലു ഇൻസാനിൻ മിൻഹും മുനാഫിഖുൻ ഔ മുഅ്മിനുൻ നൂറാ, വയുഗ്താ കുല്ലു ഇൻസാനിൻ, എല്ലാ മനുഷ്യർക്കും അല്ലാഹു നൽകും, മിൻഹും, ആ നൽകുന്ന കൂട്ടത്തിലുണ്ട്, മുനാഫിഖുൻ ഔ മുഅ്മിനുൻ, മുനാഫിക്കും മുഅ്മിനും ആ കൂട്ടത്തിലുണ്ട്, നൂറാ, പ്രകാശം. അപ്പോൾ മുഅ്മിനിനും പ്രകാശം കിട്ടും, മുനാഫിക്കിനും പ്രകാശം കിട്ടും. സുമ്മ യത്തബിഊനഹു, പിന്നെ അവർ ആ പ്രകാശത്തിന്റെ പിന്നാലെ പോകും. വഅലാ ജിസ്രിൻ, ആ ജിസ്റിന്മേൽ, ആ പാലത്തിന്മേൽ, ജഹന്നമ, നരകത്തിന്റെ പാലത്തിന്മേൽ, കലാലീബു വഹസക്കുൻ അലാ ഖദ്രി അഅ്മാലിഹിം, അവരുടെ പ്രവർത്തനങ്ങളുടെ തോതനുസരിച്ച് ചവണകളും കൊക്കകളുമൊക്കെയുണ്ട്. യമുറൂന അല സിറാത്തി, സിറാത്തിന്മേലായിക്കൊണ്ടവർ നടന്നുകൊണ്ടിരിക്കും, ആ സിറാത്തിന്മേൽ അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. മിൻഹും മന്നൂറുഹു മിസ്ലുൽ ജബൽ, അവരുടെ കൂട്ടത്തിൽ പ്രകാശം ലഭിച്ചവരുണ്ട്. മിൻഹും മന്നൂറുഹു, അവരുടെ കൂട്ടത്തിൽ പ്രകാശമുണ്ട്. മിസ്ലുൽ ജബലി, പർവ്വതത്തിന്റെ പോലെ, പർവ്വതത്തെ പോലെ പ്രകാശങ്ങൾ ഉയർന്നു നിൽക്കുന്നവർ അവരിലുണ്ട്. വമിൻഹും
മന്നൂറുഹു മിസ്ലുൻ നഖ്ല, അവരുടെ കൂട്ടത്തിൽ ഈത്തപ്പനയുടെ ഉയരത്തിൽ പ്രകാശമുള്ളവരും കൂട്ടത്തിലുണ്ട്. വമിൻഹും മന്നൂറുഹു മിസ്ലുർ റജുലിൽ ഖായിമി, നിൽക്കുന്ന ഒരു മനുഷ്യന്റെ ഉയരത്തിൽ പ്രകാശം ലഭിച്ചവർ അവരുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനെ വിവിധങ്ങളായ അളവുകളിൽ പ്രകാശം ലഭിക്കുമ്പോൾ വഅദ്നാഹും നൂറൻ മന്നൂറുഹു അലാ ഇബ്ഹാമിഹി, അവരിൽ ഏറ്റവും ചെറിയ പ്രകാശം ലഭിക്കുന്നവൻ മന്നൂറുഹു അലാ ഇബ്ഹാമിഹി, തന്റെ പെരുവിരലിന്മേൽ ഒരു പ്രകാശത്തിന്റെ കിരണമുള്ളവനാണ്. യുത്ഫിഉ മർറതൻ വയൂഖദു ഉഖ്റാ, ചില സന്ദർഭത്തിൽ അത് അണയുകയും ചിലപ്പോൾ അത് പ്രകാശിക്കുകയും ചെയ്യും. ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുന്ന മിന്നാമിനിങ്ങനെ പോലെ പ്രകാശവുമുള്ളവരും അവരുടെ കൂട്ടത്തിലുണ്ട്. ഇതിന്റെ അളവ് അതിന്റെ മാനദണ്ഡം നബി പഠിപ്പിക്കുന്നു. അലാ ഖദ്രി അഅ്മാലിഹിം, അവരുടെ അമലുകളുടെ തോതനുസരിച്ച്, അവരുടെ ഈമാനിന്റെ ശക്തി അനുസരിച്ച് ആ സിറാത്തിന്മേൽ അവർക്ക് പ്രകാശം ലഭിക്കും. ആ പ്രകാശമാണ് മുഅ്മിനീങ്ങൾക്ക് ലഭിക്കുന്നത്. വലിയ വലിയ കർമ്മേഘങ്ങളെപ്പോലെ ഉയർന്നു നിൽക്കുന്ന പ്രകാശങ്ങളുണ്ട്, വലിയ വലിയ പർവ്വതങ്ങളെപ്പോലെ ഉയർന്നു നിൽക്കുന്ന പ്രകാശങ്ങളുണ്ട്, മരങ്ങളെപ്പോലെ, മനുഷ്യരെ പോലെ. അങ്ങനെ അങ്ങനെ അവനവന്റെ ഖദർ അനുസരിച്ച്, അഅ്മാലിന്റെ അളവനുസരിച്ച് അതിൽ വ്യത്യാസം വന്ന് ഏറ്റവും നന്നായ നിലയിൽ, ഏറ്റവും ചെറിയ നിലയിൽ ലഭിക്കുന്ന മുനാഫിക്കീങ്ങളായ ആളുകളുടെ പെരുവിരൽ, അതിൽ ഒരു മിന്നാമിനിങ്ങിനെ പോലെ ഒരു ചെറിയ വെട്ടമുണ്ടാകും. അത് പ്രകാശിക്കും, അത് അണഞ്ഞു പോകും, അങ്ങനെ കെട്ടും കത്തിയും ഇങ്ങനെ നിൽക്കും. അങ്ങനെ അവരെങ്ങനെ എന്ത് ചെയ്യുന്നു? അത് പ്രകാശിക്കുമ്പോൾ അവിടെ കാൽപ്പാടുകൾ മുന്നോട്ട് വെക്കും, പിന്നെ അവർ നിലക്കും. അങ്ങനെയാകുന്ന സന്ദർഭത്തിൽ ഫൈദം തഹൗ ഇല സിറാത്തി തുഫിഅ നൂറുൽ മുനാഫിഖീൻ, അവര് അങ്ങേയറ്റം എത്തുന്ന മുമ്പ്, അല്പം സിറാത്തിന്റെ അങ്ങ് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? അവരുടെ മുനാഫിഖീങ്ങളുടെ പ്രകാശത്തെ അണക്കപ്പെടുന്നു. അപ്പോഴാണ് അവർ പറയുന്നത്, ഉൻദുറൂനാ നഖ്തബിസ് മിൻ നൂരിക്കും, നിങ്ങളൊന്ന് നിൽക്കൂ, ആവശ്യമില്ലാത്ത പ്രകാശം, അമിതമായ നിലക്കുള്ള പ്രകാശം നിങ്ങൾക്കുണ്ടല്ലോ, ഞങ്ങൾക്കാവട്ടെ ഞങ്ങൾക്കൊന്ന് വെട്ടം കാണുന്നുമില്ല. നഖ്തബിസ് മിൻ നൂരിക്കും, നിങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് ഞങ്ങളൊന്ന് പകർത്തെടുക്കട്ടെ. ഇത് മുഅ്മിനീങ്ങൾ കാണുമ്പോൾ മുഅ്മിനീങ്ങൾ വിഷമത്തിലാകും, അവർ ബേജാറിലാകും. ആ സന്ദർഭത്തിൽ അവർ പറയും, فلما رأى ذلك المؤمنون أشفقوا أن يطفأ نورهم كما طفئ نور المنافقين. അപ്പോൾ അവരും ബേജാറാവും മുഅ്മിനീങ്ങൾ. എന്താ ബേജാറ്? ഈ മുനാഫിക്കീങ്ങളെ പ്രകാശം അണഞ്ഞു പോയതുപോലെ, അത് നിലച്ചു പോയതുപോലെ ഞങ്ങളെ പ്രകാശവും അണഞ്ഞു പോകുമോ, നിലച്ചു പോകുമോ എന്നവർ ഭയപ്പെടും. ആ സന്ദർഭത്തിലാണ് അവർ പ്രാർത്ഥിക്കുന്നത്, റബ്ബനാ അത്മിം ലനാ നൂറനാ വഗ്ഫിർ ലനാ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. റബ്ബനാ അത്മിം ലനാ നൂറനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ പ്രകാശം നീ ഞങ്ങൾക്ക് പൂർത്തീകരിച്ചു തരണമേ, ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ, ഞങ്ങളുടെ തെറ്റുകൾ നീ മാപ്പാക്കി തരണേ എന്ന് പറഞ്ഞുകൊണ്ട് മുഅ്മിനീങ്ങൾ അവിടെ വെച്ച് റബ്ബിനോട് പ്രാർത്ഥിക്കുമെന്ന്. ഫയർജിഊന ഇലൽ മക്കാനില്ലദീ ഖസ്മ ഫീഹി നൂർ, അങ്ങനെ അവരുടെ വെളിച്ചം അവർക്ക് പകർത്തെടുക്കാൻ കഴിയുന്നില്ല എന്ന് മുനാഫിക്കുകൾ മനസ്സിലാക്കുമ്പോൾ അവർ എവിടെ നിന്നാണോ ഈ യാത്ര ആരംഭിച്ചത്, എവിടെ നിന്നാണോ അവർക്ക് വെളിച്ചം കിട്ടിയത്, അവിടേക്ക് തന്നെ അവർ മടങ്ങി വന്നു നോക്കും. പക്ഷേ ഫലാ യജിദൂന ശൈഅൻ, അവിടെ ഒന്നും അവർ കാണുകയില്ല. ഫയൻസരിഫൂന ഇലൈഹിം ഖദ് ലറബ ബൈനഹും ബിസൂരിൻ ലഹു ബാബ്, ഫയൻസരിഫൂന ഇലൈഹിം, അവരിലേക്ക് അതിനെ തിരിച്ചുവിടും. വഖദ് ലറബ ബൈനഹും ബിസൂരിൻ ലഹു ബാബ്, അവരുടെ ഇടയിലുള്ള അതിന് മറയിടപ്പെടുന്ന ഭാഗം, ആ ഭാഗമെന്ന് പറഞ്ഞത് അവിടെ വെച്ച് ഇവിടെ പ്രകാശവും നിലച്ചു പോകും എന്നാണ്. നേരത്തെ അവര് വിഷമിച്ച സംഗതി ഉണ്ടല്ലോ, ആ സംഗതി യഥാർത്ഥത്തിൽ സലഫുകളുടെ അഭിപ്രായമായി മുഫസ്സിറുകൾ പറഞ്ഞത് ഫതൻതും അൻഫുസകും ബില്ലദാതി വൽ മആസി വശഹവാതി എന്നൊക്കെയാണ്. ഈ ധിക്കാരങ്ങളിലും വ്യാമോഹങ്ങളിലും അഭിരുചികളിലുമൊക്കെ മുഴുകി നിങ്ങൾ നിങ്ങളെ തന്നെ കുഴപ്പത്തിലാക്കി എന്നത്. പ്രിയപ്പെട്ടവരെ, ഓരോരുത്തർക്കും
യഥാർത്ഥത്തിൽ അവരവരുടെ അമലുകൾക്കനുസരിച്ചാണ് സിറാത്തിന്റെ കഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് ആദ്യമായി സിറാത്ത് താണ്ടിക്കടക്കുക എന്ന് നബി പറഞ്ഞു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫഅകൂനു അവ്വല മൻ യുജീസു വദുആഉർ റുസുലി യൗമഇദിൻ അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം. പ്രവാചകന്മാർ ആദ്യമേ ഇത് താണ്ടിക്കടക്കും, ഈ സിറാത്ത് കടക്കും. ആദ്യം റസൂലുള്ള കടക്കും, പിന്നെ മറ്റു പ്രവാചകന്മാർ. അതാണ് ഫഅകൂനു അവ്വല മൻ യുജീസു, ഞാനാണ് ആദ്യമായി അത് താണ്ടിക്കടക്കുന്നവൻ, അവിടെ നിന്ന് രക്ഷപ്പെടുന്നവൻ. ബാക്കിയുള്ള പ്രവാചകന്മാരും, അങ്ങനെ മുഴുവൻ പ്രവാചകന്മാരും, അള്ളാഹുവിന്റെ റസൂലും മറ്റു പ്രവാചകന്മാരും ഓരോ ആളുകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം, അള്ളാഹുവേ രക്ഷിക്കണേ, അള്ളാഹുവേ രക്ഷിക്കണേ എന്ന് അള്ളാഹുവിന്റെ റസൂലും മറ്റു പ്രവാചകന്മാരും അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. വനബിയ്യുക്കും ഖായിമുൻ അലസ്സിറാത്തി യഖൂലു റബ്ബി സല്ലിം. ഒരു ഹദീസിൽ അങ്ങനെയാണ്, നിങ്ങളുടെ നബി എന്തു ചെയ്യുന്നു? ഖായിമുൻ അലസ്സിറാത്തി, സിറാത്തിന്റെ മീതെ നിൽക്കും. യഖൂലു, എന്നിട്ട് അദ്ദേഹം പറയും, റബ്ബി സല്ലിം റബ്ബി സല്ലിം, അല്ലാഹുവേ രക്ഷിതാവേ രക്ഷിക്കണേ, കാക്കണേ, രക്ഷപ്പെടുത്തണേ എന്ന് ഈ പ്രവേശിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതിൽ വിവിധങ്ങളായ ഹദീസുകൾ ആ സിറാത്തിനെ കുറിച്ച് നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാത് എന്ന സൂറത്തു ഇബ്രാഹിമിലെ വചനത്തിനെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഫഅൈന തകൂനുൻ നാസു യൗമഇദിൻ, നബിയെ ഈ ആകാശവും ഭൂമിയും ഇത് രണ്ടുമല്ലാത്ത മറ്റൊന്നായി തീരുമെന്ന് പറയുമ്പോൾ മനുഷ്യന്മാരൊക്കെ എവിടെയായിരിക്കും എന്നുണ്ടാവുക? ഫഖാല, അപ്പൊ നബി പറഞ്ഞു, അല സിറാത്തി. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. സിറാത്തിന്മേലാണ് അവരുണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെ പ്രവാചകൻ പറയാണ്, മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ശിആറുൽ മുഅ്മിനി അല സിറാത്തി, സിറാത്തിന്മേൽ മുഅ്മിനിന്റെ ലക്ഷണം, അവന്റെ അടയാളം, റബ്ബി സല്ലിം സല്ലിം, അവനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും, പടച്ചോനെ രക്ഷിക്കണേ, പടച്ചോനെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കലാണെന്ന് ഇമാം തിർമിദി മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹുവിൽ നിന്നായി ഉദ്ധരിക്കുന്നുണ്ട്. അനേകം ഹദീസുകൾ വിവിധങ്ങളായ രൂപത്തിൽ നമുക്ക് കാണാം. ഇതിനെ സംബന്ധിച്ച് നമ്മുടേതായ ബുദ്ധിയുടെ മൂഷികയിലിട്ട് ഇതിനെ വാർക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ റസൂലും ദീനും എങ്ങനെയാണോ വിഷയം പഠിപ്പിച്ചത് അത് ഉൾക്കൊള്ളുക എന്നതിനപ്പുറത്തേക്ക് നമുക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല. അതിനെപ്പറ്റി ഹദീസുകൾ വിവിധങ്ങളായി നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ചില പ്രധാനമായ ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നമ്മുടെ ചർച്ചയ്ക്ക് വെക്കുന്നത്. മദ്ഹിലത്തും മുസില്ലത്തുൻ അലൈഹി ഖത്താത്തീഫ്, അങ്ങനെയുള്ള ആ പാലത്തിന് ദിഹ്ലത്തുണ്ട്, വഴുതലുണ്ട്, തെന്നലുണ്ട്, പിന്നെ ഖത്താത്തീഫ് വകലാലീബ് വഹസക, ചവണകളുണ്ട്, കൊക്കകളുണ്ട്, തോട്ടികളുണ്ട്, മഫ്ലതഹത്തുല്ലഹ ഷൗക്കത്തുൻ ഉഖൈഫാഹ്, കൊളുത്തുകളും പരന്ന കൊളുത്തുകളും ഉരുണ്ട കൊളുത്തുകളും മുള്ളുള്ളവയുമൊക്കെ ആ കൂട്ടത്തിലുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് നബി പറയാ, ലാ യഗ്ലമു ഖദറ ഇളമിഹാ ഇല്ലല്ലാഹ്, അതിന്റെ ഗൗരവത്തെക്കുറിച്ച് അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അറിയുന്നതല്ല. റസൂലുള്ളാഹിക്ക് പോലും അത് കൃത്യമായി അറിയിക്കപ്പെട്ടിട്ടില്ല. ലാ യഗ്ലമു ഖദറ ഇളമിഹാ, അതിന്റെ ഗൗരവത്തെക്കുറിച്ച്, അതിന്റെ ആ ഗൗരവത്തിന്റെ തോതിനെ കുറിച്ച് ഇല്ലല്ലാ, അള്ളയല്ലാതെ അറിയുകയില്ല. തഖ്തഫുന്നാസ ബിഅഅ്മാലിഹിം, ഓരോ മനുഷ്യനും അവനവന്റെ അമലുകൾക്കനുസരിച്ച് അത് അവനെ റാഞ്ചിയെടുക്കും. ഫമിൻഹും മൻ യൂബഖു ബിഅമലിഹി വമിൻഹും മൻ യുഖർദലു, അവരിൽ നന്നായി മുൻകടന്നവരുണ്ട്, വളരെ പെട്ടെന്ന് മുൻകടക്കുന്നവരും ആ കൂട്ടത്തിലുണ്ട്. വമിൻഹും മൻ യുഖർദലു, കടുകുമണിയുടെ പോലെ അത്തരം അവസ്ഥയിലുള്ളവരും അവരുണ്ട്. സുമ്മ യൻജു ഹത്താ ഇദാ അറാദല്ലാഹു റഹ്മത്തൻ മൻ അറാദ്, അള്ളാഹ് ഏതൊരാൾക്കാണോ കാരുണ്യമായി ഉദ്ദേശിച്ചത് അത്തരം ആളുകൾ അള്ളാഹ് ഉദ്ദേശിച്ചാൽ രക്ഷപ്പെടും. നരകത്തിൽ നിന്ന് ആളുകളെ അള്ളാഹു രക്ഷപ്പെടുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അമറല്ലാഹുൽ മലായികത, അങ്ങനെ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടി അള്ളാഹു മലക്കുകളോട് കൽപ്പിക്കും. അയ്യുഖ്രിജു മൻ കാന യഅ്ബുദുല്ലാഹ്,
അള്ളാഹുവിനെ മാത്രം ആരാധിച്ച ആളുകളെ ആ നരകത്തിൽ നിന്നും പുറത്തെടുക്കാൻ വേണ്ടി അള്ളാഹു മലക്കുകൾ നിക്ഷയിക്കും. അപ്പൊ അവിടെ തൗഹീദ് നിർബന്ധമാണ്. പരലോകത്ത് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടാൻ, അവിടെയുള്ള പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് നിർബന്ധമാക്കി. ഖുർആൻ പറഞ്ഞു, ആരാണോ ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു സ്വർഗം നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്ന്. അപ്പം മലക്കുകളോട് നരകത്തിൽ വീണുപോയ ആളുകളെ രക്ഷപ്പെടുത്താൻ അള്ളാഹിന്റെ ഓർഡർ വരികയാണ്. അപ്പോൾ അള്ളാഹ് പറഞ്ഞ ഡിമാൻഡ് എന്താ? മൻ കാന യഅ്ബുദുല്ലാഹ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തവനാരോ അവനെ പുറത്തെടുക്കാൻ. ഫയുഖ്രിജൂനഹും, അങ്ങനെ അവരെ അവർ പുറത്തെടുക്കുന്നു. വയഗ്രിഫൂനഹും ബിആസാരിസ് സുജൂദ്, സുജൂദിന്റെ അടയാളങ്ങൾ കൊണ്ട് മലക്കുകൾ അവരെ തിരിച്ചറിയും. അപ്പൊ നരകത്തിൽ ഇട്ടാലും വഹറമല്ലാഹു അലന്നാരി അൻ തഅകുല അസറസ് സുജൂദ്, സുജൂദ് ചെയ്തിട്ടുള്ള ഭാഗത്തെ, അടയാളത്തെ നരകം സ്പർശിക്കുകയില്ല, അത് അല്ലാഹു നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അപ്പൊ അത് മുഖേന മലക്കുകൾ അവരെ തിരിച്ചറിയും. ഫയഖ്റുജൂന മിനന്നാർ, നരകത്തിൽ നിന്നും അവർ പുറത്തു കൊണ്ടുവരികയും ചെയ്യും. ഫകുല്ലു ഇബ്നി ആദം തഅകുലുഹുന്നാറു ഇല്ലാ അസറസ് സുജൂദ്, സുജൂദിന്റെ ഭാഗമല്ലാത്തവയൊക്കെയും ആദമിന്റെ പുത്രനെ നരകം ഭക്ഷിച്ചിട്ടുണ്ടാകും. ഫയഖ്റുജൂന മിന്നാർ, അങ്ങനെ നരകത്തിൽ നിന്നും അവരെ പുറത്തു കൊണ്ടുവരും. അൽ മുഅ്മിനു അലൈഹാ കത്തുർഫി വകൽ ബർഖി വകർരീഹി വകഅജാവീദിൽ ഖൈലി വറഖാബ് ഫനാജ മുസല്ലം വനാജ മഖ്ദൂസ് വമഖ്ദൂസ് ഫീ നാരി ജഹന്നം ഹത്താ യമുറ ആഖിറുഹും യുസ്ഹബു സഹബ. വേറെ ചില ആളുകൾ മിന്നൽ പിടർ പോലെ ഉണ്ടാവും, വേറെ ചില ആൾക്കാർ അടിച്ചു വീശുന്ന കാറ്റ് പോലെ, കുതിരസവാരി പോലെ, വാഹനപ്പുറത്ത് സഞ്ചരിക്കുന്നത് പോലെ, അങ്ങനെ അങ്ങനെ ഒരു പരിക്കുമില്ലാതെ നാജ മുസ്ലിമുൻ സുരക്ഷിതമായി കൊണ്ട് വിജയിക്കുന്ന, സുരക്ഷിതമായി കൊണ്ട് വിജയം വരിക്കുന്നവരും, വനാജിം മഖ്ദൂഷിൻ പിച്ച് ചീന്തിക്കൊണ്ട് രക്ഷപ്പെടുന്നവരും, വമഖ്ദൂഷുൻ ഫീ നാരി ജഹന്നം നരകത്തിന്റെ വെട്ടും കുത്തുമൊക്കെ സഹിച്ചവരും അവിടെ കൂട്ടത്തിലുണ്ട്. അങ്ങനെ അവസാനത്തെ ആള് സ്വർഗത്തിലേക്ക് എത്തുന്ന രൂപം നബി പറയുന്നു, ഹത്താ യമുറു ആഖിറുഹും യുസ്ഹബു സഹബ, യുസ്ഹബു സഹബ, എഴഞ്ഞെഴഞ്ഞ് അങ്ങോട്ട് രക്ഷപ്പെടുന്ന രംഗമാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ഇവിടെ അള്ളാഹുവിന്റെ ദീനുമായി ബന്ധമില്ലാതെ ജീവിച്ചവർ, ഇഖ്ലാസ് ഇല്ലാതെ, അതുപോലെ തന്നെ നിഫാഖോടുകൂടി ജീവിച്ച ആളുകൾ, അത്തരം ആളുകൾ ഇവിടെ നമ്മളെ കൂടെ നിസ്കരിക്കാനും, നമ്മുടെ കൂടെ നോമ്പിനും, നമ്മുടെ കൂടെ അറഫാത്തുകളിലും, നമ്മുടെ കൂടെ ജുമുഅക്കും ഞാനും സമൂഹത്തിലെ മെമ്പറാണ് എന്ന നിലക്ക് വന്നിട്ടുള്ള ആളുകൾ പരലോകത്ത് അവന്റെ ഇഖ്ലാസിനെ അള്ളാഹു വെളിപ്പെടുത്തും. ഈ സന്ദർഭത്തിൽ അവിടെ നിന്നും അവര് വിഷമിക്കുന്ന ഘട്ടമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈ സിറാത്ത് താണ്ടിക്കടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, ആർക്കാണ് അവിടെ രക്ഷയുള്ളത്, ആരാണ് അവിടെ രക്ഷപ്പെടുക എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിറാത്ത് താണ്ടിക്കടക്കും ആളുകൾ, സിറാത്ത് താണ്ടിക്കടന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ പ്രവാചകന്മാരും മറ്റ് നബിയും പ്രവാചകന്മാരും അങ്ങോട്ട് കടക്കും. അങ്ങനെ ആ കടക്കുന്ന ആളുകളെ അവരങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വതുർസലുൽ അമാനത്തു വറഹിമു ഫതഖൂമാനി ജംബത ഇസ്റാത്തി യമീനം വശിമാലൻ ഫയമുറു അവ്വലുക്കും കൽ ബർഖ്. ഒരു ഹദീസിൽ അങ്ങനെയാണ് പ്രവാചകൻ വിശദീകരിച്ചത്. അങ്ങനെ പ്രവാചകന്മാരും കരവറ്റി ആ സമയത്ത് സിറാത്തിന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തുമായി വതുർസലുൽ അമാനത്തു വറഹിമു, അമാനത്തും കുടുംബബന്ധത്തെയും അല്ലാഹു നിയോഗിക്കും.
ഫതഖൂമാനി, എന്നിട്ട് അവ രണ്ടിനെയും സ്ഥാപിക്കും, നിലനിർത്തും, ജംബത്തൈ അസ്സിറാത്തി, യമീനം വശിമാല, സിറാത്തിന്റെ ഇടത് വലത് ഭാഗങ്ങളിലായിട്ട് അള്ളാഹു നിർത്തും. എന്നിട്ട് അവയും പറയും ഫയഖൂലാനി അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുവേ രക്ഷിക്കണേ, അല്ലാഹുവേ രക്ഷിക്കണേ എന്ന് അവയും പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മുഹദ്ദിസുകൾ ഇമാം നബവി റഹിമഹുല്ലയെ പോലുള്ള ആളുകൾ അത് വിശദീകരിക്കുന്നത്, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് പിൻപറ്റി ജീവിക്കുകയും കുടുംബബന്ധം പുലർത്തുകയും അമാനാത്തുകൾ പൂർണ്ണമാക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾ, അവരെ അള്ളാഹു ഈ സിറാത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് കടന്നു പോകുവാനുള്ള അനുഗ്രഹം അവർക്ക് ലഭിക്കും എന്നതാണ് ഈ ഹദീസിനെ മുഹദ്ദിസീങ്ങൾ വിശദീകരിച്ചത്. നോക്കൂ, ഒന്ന്, പ്രവാചകന്മാർ അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം എന്ന് മീതനെന്ന് പറയും. ഈ സമയത്ത് ഒരു പ്രയാസവുമില്ലാതെ സിറാത്ത് താണ്ടിക്കടക്കുന്നവരുമുണ്ടാകും. ചില ആളുകളെ കൊക്കുകളും കൊളുത്തുകളും ഒക്കെ കൊണ്ട്, അതുപോലെ ചവണകൾ കൊണ്ട്, തീ കൊണ്ടുള്ള പ്രത്യേകമായ ആയുധങ്ങൾ കൊണ്ട് വികൃതമാക്കുകയും ചെയ്യുന്നതും ഉണ്ടാവും ആ കൂട്ടത്തിൽ. അതിൽ ഏറ്റവും അവസാനം വരുന്ന ആള് എഴഞ്ഞെഴഞ്ഞ് കുറെ മുന്നോട്ടും പിന്നെ പിന്നോട്ടും പിന്നെ മുന്നോട്ടും അങ്ങനെ 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 എഴഞ്ഞ് രക്ഷപ്പെടുന്ന കോലവും അള്ളാഹുവിന്റെ റസൂൽ നമ്മളോട് താക്കീത് നൽകി. ഈ സമയത്ത് ഒന്ന് മുഅ്മിനീങ്ങൾ, ഓരോരുത്തരും കടക്കുന്ന മുഅ്മിനീങ്ങൾ അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം എന്ന് പറയുന്നു. പിന്നീട് പറയുന്നത് പ്രവാചകന്മാരും അമാനത്തും കുടുംബ ബന്ധവുമാണ്. അതുകൊണ്ടാണ് ഇമാം നബവി റഹിമഹുല്ലയെ പോലുള്ള ആളുകൾ ഈ ഹദീസിനെ വിശദീകരിച്ചത്. എന്താണ്? ഈ പ്രവാചകന്മാരുടെ സുന്നത്തനുസരിച്ച് ജീവിച്ച് ബിദ്അത്തുകളൊന്നും ചെയ്യാതെ സുന്നത്തിൽ അധിഷ്ഠിതമായി ജീവിച്ച ആളുകൾക്കും കുടുംബബന്ധം പുലർത്തിയ എന്താ കുടുംബബന്ധം പുലർത്തുക? ഇങ്ങോട്ട് ബന്ധമുള്ളവരോട് ഇങ്ങോട്ടും ബന്ധം, ഇങ്ങോട്ട് വിളിക്കുന്നവർക്ക് അങ്ങോട്ടും വിളിക്കലല്ല, ബന്ധം മുറിച്ചവനോടും ബന്ധം സ്ഥാപിക്കുന്ന ആളുകൾ. അതോടൊപ്പം തന്നെ അമാനത്ത് അല്ലാഹു അക്ബർ, വളരെ ഗൗരവമുള്ള വിഷയമാണ്. അത് ദീർഘമായി പറയേണ്ടി വരും, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർണായക ഘട്ടത്തിൽ പോലും അമാനത്തുകൾ പൂർത്തീകരിച്ച വ്യക്തിയാണെന്നറിയാം, നമ്മൾ മനസ്സിലാക്കിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോണ ഘട്ടത്തിൽ തന്നെ ഏൽപ്പിച്ചിരുന്ന വസ്തുക്കളൊക്കെയും അലി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട്, തന്നെ കൊല്ലാൻ വന്ന ആളുകളുടെ വസ്തുക്കൾ പോലും ഏൽപ്പിച്ചുകൊണ്ട് തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്ന ആ ഒരു സത്യസന്ധത നമ്മൾ ഓർത്തു നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഈ സുഹൈലിന്റെ മകൻ അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹു ചങ്ങലയും വലിച്ചു വന്ന ഘട്ടത്തിലും പ്രവാചകൻ പറഞ്ഞ വാക്ക് പാലിക്കാൻ, കരാറ് പാലിക്കാൻ, അമാനത്ത് പാലിക്കുവാനുള്ള ആ താല്പര്യം നമ്മുടെ മുസ്ലിമീങ്ങളെ ആലോചിക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗൗരവമായി നമ്മൾ ആരും പരിഗണിക്കുന്നില്ല എന്നത് വളരെ ദുഃഖകരമായ ഒരു വസ്തുതയാണ്. പല ആളുകളും വളരെ ലാഘവത്തോടെ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നു എന്നതാണ് ഖേദകരം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഞ്ചന കാണിച്ചവൻ ഖിയാമത്ത് നാളിൽ ഹാജരാക്കപ്പെടുക അവന്റെ മലദ്വാരത്തിൽ ഒരു വലിയ തീപന്തവും ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കും. അവന്റെ ആ വഞ്ചനയുടെ തോതനുസരിച്ച് ആ തീപന്തത്തിന്റെ പൊക്കവും കൂടിയിരിക്കും. അതുകൊണ്ട് നിങ്ങളൊരാളും വഞ്ചിതനമായ വസ്തുക്കളുമായിട്ട് എൻ്റെ അടുക്കലേക്ക് വരരുതേ എന്ന് പ്രവാചകൻ പറഞ്ഞു. എന്നിട്ട് നബി പറഞ്ഞു, ഒരു സമൂഹത്തിന്റെ നേതൃത്വം ഏൽപ്പിച്ച് ആ സമൂഹത്തെ വഞ്ചന കാട്ടിയവനേക്കാൾ വലിയ കൊടുംവഞ്ചകൻ മറ്റൊരാളുമില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ നാട്ടിൽ നമ്മുടെ സംഘടനയുടെ മെമ്പർഷിപ്പ് പുതുക്കിക്കൊണ്ട് നമ്മുടെ സംഘടന തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലഘട്ടമാണ്. പല ആളുകളും തന്റെ പ്രതിജ്ഞാ കരാറിൽ ഒപ്പിടുന്നത് അതിന്റെ ഗൗരവത്തെ ഓർക്കാതെയാണ്. ഈ പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ സുന്നത്തും ഇസ്ലാമിക ശരീഅത്തും അനുസരിച്ച് ജീവിക്കുന്ന നമ്മൾ സംഘടനയുടെ നിയമനിർദ്ദേശങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുമെന്ന് കരാർ വെച്ചുകൊണ്ട് പിന്നെ അതുമായി യാതൊരു ബന്ധവുമില്ലാതെ ജീവിക്കുന്ന ആളുകളെ നാളെ പരലോകത്ത് നമ്മുടെ ആ കരാർ ഒപ്പിട്ട പേപ്പറുമായി റബ്ബ് വിചാരണ ചെയ്യുന്ന വേളയിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് നമ്മൾ പരിശോധിക്കുക.
ഒരു സമൂഹത്തിന്റെ നേതൃത്വം ഏറ്റെടുത്ത് സംഘടനയുടെ ചുക്കാൻ പിടിച്ച് അവിടെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുവാൻ സമയം കാണാത്ത, തന്റെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചിലവഴിക്കുന്നതിനാൽ അതിനു വേണ്ടി സമയം കാണാത്ത ആളുകൾ ഓരോരുത്തരും ആത്മപരിശോധന നടത്തേണ്ട ഒരു ഗൗരവമേറിയ വിഷയമാണ്. നാം ഏറ്റെടുത്തിരിക്കുന്ന അമാനത്ത്. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലിൻ അൻ റഇയ്യതിഹി. നിങ്ങളെല്ലാവരും ഉത്തരവാദിത്വമുള്ളവരാണ്. ആ ഉത്തരവാദിത്വങ്ങൾ നിങ്ങൾ കൃത്യമായി നിർവഹിക്കുക തന്നെ വേണം. എല്ലാവരും അതിനെപ്പറ്റി ചോദ്യം ചെയ്യപ്പെടും. അങ്ങനെ ഭരണാധികാരി, അങ്ങനെ പിതാവ്, മാതാവ്, അങ്ങനെ ഓരോന്നിന്റെയും ഒരു ചെറിയ സംഘം 3 ആളുകൾ ഉണ്ടെങ്കിൽ അതിൽ ഒരു അമീർ ഉണ്ടാകും. അയാൾ പോലും പ്രത്യേകം ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവനാണ്. ഒരു സ്ഥാപനത്തിന്റെ മേധാവി അല്ലെങ്കിൽ ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, അങ്ങനെ ഞാനത് ഓരോന്നും വിശദീകരിക്കുന്നില്ല. നാം ഏറ്റെടുത്തിരിക്കുന്ന ആ അഹദുകൾ, ആ അമാനാത്തുകൾ, അത് നമ്മൾ പൂർത്തീകരിക്കണം. യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂനുല്ലാഹ വറസൂല വതഖൂനു അമാനാതികും വഅൻതും തഅലമൂൻ. സൂറത്തു തൗബയിലൂടെ റബ്ബ്, സൂറത്തു അൻഫാലിലൂടെ അല്ലാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വചനമാണത്. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ വഞ്ചിക്കരുതേ, അവന്റെ റസൂലിനെ വഞ്ചിക്കരുതേ, നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന അമാനത്തിനോടും നിങ്ങൾ വഞ്ചന കാട്ടരുതേ. നിങ്ങൾ വിവരമുണ്ടായിക്കൊണ്ട്, നിങ്ങൾ അറിഞ്ഞുകൊണ്ട്. അള്ളാനെ വഞ്ചിക്കാൻ നമുക്ക് കഴിയില്ല. അള്ളാനെ വഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളോടുള്ള വഞ്ചനയാണ്. റസൂലുള്ളാഹിനോടുള്ള വഞ്ചന എന്ന് പറഞ്ഞാൽ ിക്കുന്ന അമാനത്തുകൾ. അങ്ങനെയായാൽ പരലോകത്ത് നമ്മുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മൾ ഗൗരവത്തോടെ ഓർക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു തൊഴിൽ സ്ഥാപനത്തിൽ, ഒരു കമ്പനിയിൽ നമ്മളെ ജോലിക്ക് വേണ്ടി ഏൽപ്പിക്കുമ്പോൾ നാം ഏറ്റെടുക്കുന്ന കരാർ പത്രമുണ്ട്. ആ കരാർ പത്രപ്രകാരം നാം അവരോട് പറയുന്ന അഹദ് പ്രകാരം, അത് പ്രകാരം നമ്മൾ ജോലി സത്യസന്ധമായി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നാളെ നമുക്കതൊരു ശാപമാണ്, നമ്മുടെ സ്വർഗത്തിന് അതൊരു തടസ്സമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. മറിച്ച് അതൊരു അമാനത്താണ്, ഇത് റബ്ബിനോട് ചെയ്യുന്ന ഒരു കരാറാണ് എന്ന ബോധ്യതയോടുകൂടി നമ്മൾ അതാ വിഷയത്തെ ഗൗരവമായി കാണണം എന്ന് സൂചിപ്പിക്കുകയാണ്. ആരുടെ മുതലും നമ്മൾ ആരിൽ നിന്നും പിടിച്ചെടുക്കാൻ പാടില്ല. നമുക്ക് അവകാശപ്പെടാത്തതൊന്നും തന്നെ നമ്മുടെ ജീവിതവുമായി, നമ്മുടെ ഉപജീവനവുമായോ മറ്റേതെങ്കിലും നിലക്കോ നമ്മുടെ സമ്പാദ്യത്തിൽ ഹറാമുകളൊന്നും വരാൻ പാടില്ല എന്നതാണ് ഇസ്ലാം നൽകുന്ന പാഠം. ഈ സിറാത്തിന് ശേഷം രണ്ടാമതും അള്ളാഹു വേറെ ഒരു ജിസ്റിനെ വേറെ ഒരു ഹിസാബിനായി നിർത്തുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു സിറാത്തല്ല, ആ ഒരു സിറാത്തിന് ശേഷം രണ്ടാമതും ഒരു സിറാത്ത് കൂടി നമുക്ക് കാണാനുണ്ട്, നേരിടാനുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. നബി പറഞ്ഞു, ഇദാ ഖലസൽ മുഅ്മിനൂന മിനൻ നാരി. അങ്ങനെ ആ സിറാത്തിലൂടെ മുഅ്മിനീങ്ങൾ നരകത്തിൽ നിന്ന് അങ്ങോട്ട് രക്ഷപ്പെട്ടാൽ ഹുബിസൂ ബിഖന്തറത്തിൻ ബൈനൽ ജന്നത്തി വന്നാർ. അവരെ കണക്ക് തീർക്കുന്നതിന് വേണ്ടി സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിൽ അവരെ തടയിടപ്പെടും. ഫയതഖാസൂന മളാലിമിൻ. അങ്ങനെ അക്രമികൾക്ക് കണക്ക് തീർക്കാൻ വേണ്ടി കാനത്ത് ബൈനഹും ഫിദ്ദുനിയ. ദുനിയാവിൽ അവർക്കിടയിൽ ഉണ്ടായിരുന്ന കണക്ക് പൂർത്തീകരിക്കാൻ നമ്മളൊരു ചെറിയ ഉറുമ്പിനെയാണ് അന്യായമായി വേദനിപ്പിച്ചതെങ്കിൽ, നമുക്ക് അനുവദിക്കപ്പെട്ട ചില സന്ദർഭങ്ങളുണ്ട്. നമുക്ക് ഉപദ്രവകരമായ ജീവികളെ നമുക്ക് അവരെ നശിപ്പിക്കുവാൻ ഇസ്ലാം അനുവാദം നൽകിയിട്ടുണ്ട്. അത് വേറെ വിഷയം, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതല്ലാത്ത നിലയ്ക്ക്, അന്യായമായ നിലയ്ക്ക് നമ്മൾ ആരെ ബുദ്ധിമുട്ടിച്ചോ അവരെ പകരം വീട്ടിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ദിവസം എത്രത്തോളം എന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കൊമ്പുള്ള ആടും കൊമ്പില്ലാത്ത ആടും. അങ്ങനെ കൊമ്പുള്ള ആടും കൊമ്പില്ലാത്ത ആടും തമ്മിൽ കുത്തുകൂടിയിട്ടുണ്ടെങ്കിൽ, ഇവിടെ വെച്ച് ശണ്ട കൂടിയിട്ടുണ്ടെങ്കിൽ, ഇവിടെ കൊമ്പുള്ളതിന്റെ കൊമ്പിനെ കൊമ്പില്ലാത്തതിന് പരലോകത്ത് നൽകി പകരം വീട്ടിച്ചതിന് ശേഷം അവരോടൊക്കെയും മണ്ണാവാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കും. കാരണം അവർക്ക് സ്വർഗവും നരകവും ഇല്ല, ഹിസാബില്ല എന്നതുകൊണ്ട്. ഈ സമയത്ത് അവർ മണ്ണായി പോകുമ്പോൾ നരകത്തിലുള്ള കാഫറുകൾ പറയുന്ന രംഗമായിട്ട് ഖുർആൻ പറയുന്നു. എന്താണ്? യൗമ യൻളുറുൽ മർഉ മാ ഖദ്ദമത് യദാഹു വയഖൂലുൽ കാഫിറു യാ ലൈതനി കുൻതു തുറാബാ. യൗമ യൻളുറുൽ മർഉ മാ ഖദ്ദമത് യദാഹു വയഖൂലുൽ കാഫിറു. അന്ന് കാഫിറുകൾ പറയുന്നു,
യാ ലൈതനി കുന്തു തുറാബ, ആ മൃഗങ്ങളെപ്പോലെ ഞാനും മണ്ണായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന്. നമ്മുടെ വണ്ടി വലിക്കുന്ന പോത്തുകൾ, നമ്മുടെ വീട്ടിലുള്ള മൃഗങ്ങൾ, അങ്ങനെ വിവിധങ്ങളായ ജീവജാലങ്ങളെ നമ്മൾ വളർത്തുന്നുവെങ്കിൽ അവയോടുള്ള ധർമ്മം പ്രകാരം നമ്മൾ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ അത് പരലോകത്ത് അതിന്റെ കണക്ക് തീർക്കാൻ വേണ്ടി കൊണ്ടുവരുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ആ ഗൗരവമായ അവസ്ഥയിൽ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറട്ടെ. എന്നിട്ട് നബി പറയുന്നു, ഹത്താ ഇദാ നഖൗ വഹുദ്ദിബു ഉദിന ലഹും ബിദുഖൂലിൽ ജന്ന, അങ്ങനെ അവരെല്ലാം ബിദുഖൂലിൽ ജന്ന, അങ്ങനെ അവരെല്ലാ കണക്കുകളും തീർത്ത് ശുദ്ധീകരിക്കപ്പെടുകയും സംസ്കരിക്കപ്പെടുകയും ചെയ്താൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി അനുമതി ലഭിക്കപ്പെടുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് അറിയിക്കുകയാണ്. അഥവാ ഒരു തെറ്റും ബാക്കിയില്ലാത്തവനായ നിലയിൽ മാത്രമേ അള്ളാഹു നമ്മളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. ചെറിയ തെറ്റുകളെങ്കിലും ബാക്കി പൊറുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ആ സംഗതി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ കണക്ക് തീർത്ത് അവന് പിന്നെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അവകാശമുണ്ടെങ്കിൽ ആ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അവിടെ പിന്നെ യാതൊരു പോരായ്മയും ബാക്കിയില്ലാത്ത ശുദ്ധമായ പ്രകൃതിയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടെത്തിക്കും. റഹ്മുറാഹിമായ തമ്പുരാൻ എല്ലാ തിന്മകളും തെറ്റുകളും കുറ്റങ്ങളും നമ്മളിൽ നിന്നും പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹുവിന്റെ രക്ഷയും അവന്റെ അനുഗ്രഹവും മാത്രം ലഭിക്കുന്ന, അവന്റെ സഹായം മാത്രമുള്ള, അവന്റെ തണല് മാത്രം ആ ഗൗരവമേറിയ ദിവസത്തിൽ അവന്റെ സഹായവും അനുഗ്രഹവും റഹ്മത്തും നമ്മിൽ ചൊരിയുമാറാവട്ടെ. അറിഞ്ഞോ അറിയാതെയോ അബദ്ധമോ സുബദ്ധമോ ആയ നിലയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം അറിയുന്ന ആലിമുലല്ലാമായ റബ്ബേ, നീ ഞങ്ങളിൽ നിന്നതെല്ലാം പുറത്തു മാപ്പാക്കി തരണമേ. നിന്റെ റഹ്മത്തിനായി ഞങ്ങൾ യാചിക്കുകയാണ് റബ്ബേ. നീ എന്നോടല്ലാതെ ഞങ്ങൾക്ക് തേടാനില്ല റബ്ബേ. റബ്ബേ, ഞങ്ങൾക്ക് നിന്റെ അനുഗ്രഹത്തിന് അവകാശമില്ല. നിന്റെ ഔദാര്യമായി, നിന്റെ അനുഗ്രഹമായി, നിന്റെ റഹ്മത്തിൽ നിന്ന് റബ്ബേ നീ ഞങ്ങൾക്ക് നൽകണേ എന്ന് ഞങ്ങൾ യാചിക്കുകയാണ് റബ്ബേ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്ന വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ. اللهم أغنا في على غمرات الموت وسكرات الموت. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم إنا نسألك من خير ما سألك منه نبيك محمد صلى الله عليه وسلم ونعوذ بك من شر ما استعاذ منه نبيك محمد صلى الله عليه وسلم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وسلام على المرسلين والحمد لله.